നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ രാജ്യത്തിൻ്റെ സാങ്കേതിക വിദ്യയുടെ കുതിപ്പിൻ്റെയും മികവിൻ്റെയും ഒക്കെ നേർസാക്ഷ്യമായിട്ടുള്ള ഒരു കമ്പനിയുടെ വിശേഷമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതാണ് പ്രോട്ടിയൻ eGov ടെക്നോളജീസ് ലിമിറ്റഡ് എന്നുള്ളത്. ഇത് NSDLൻ്റെ സബ്സിഡിയറി കമ്പനി ആയിട്ടാണ് രൂപം കൊള്ളുന്നത് 95-ൽ. അതിനുശേഷം 2013-ൽ ഡീമർജർ ആവുകയും ഇതൊരു സ്വതന്ത്ര കമ്പനിയായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ ആദ്യകാലത്തെ ഇതിൻ്റെ പേര് NSDL e-Governance ഇൻഫ്രാസ്ട്രക്ചർ എന്നായിരുന്നു. അതിപ്പോൾ പിന്നീട് പ്രോട്ടിയൻ eGov ടെക്നോളജീസ് ലിമിറ്റഡ് എന്നായിട്ട് മാറി. എന്തായാലും നവംബർ 6 മുതൽ 8 വരെയാണ് ഈ കമ്പനിയുടെ ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. 490.33 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതിൻ്റെ പ്രത്യേകത ഇത് പൂർണ്ണമായിട്ടും ഓഫർ ഫോർ സെയിലാണ്. ഇതിൻ്റെ ആദ്യകാലത്തെ ഇൻവെസ്റ്റേഴ്സിൽ കുറച്ച് പേര് ഇപ്പോൾ ഇതിൽ നിന്ന് എക്സിറ്റ് ആവുകയാണ്. അങ്ങനെയാണ് 490.33 കോടി രൂപയ്ക്കുള്ള ഓഹരികൾ വിറ്റഴിക്കാൻ കാരണം. ഇത് ആദ്യം 2 വർഷം മുമ്പ് ഇവർ ഒരു ഇഷ്യൂ പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷേ അന്നത്തെ മാർക്കറ്റ് കണ്ടീഷൻ മോശമായതുകൊണ്ട് അത് മാറ്റി വെക്കുകയായിരുന്നു കമ്പനി. പിന്നീട് ഇപ്പോഴാണ് അതിനുള്ള നല്ലൊരു അവസരം വന്നിരിക്കുന്നത്. ആദ്യം ഇത് 1.28 കോടി ഓഹരികളാണ് ഇവർ വിറ്റഴിക്കാൻ ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഏകദേശം 61.9 ലക്ഷം ഓഹരികൾ മാത്രമാണ് ഇപ്പോൾ വിറ്റഴിക്കുന്നത്. അപ്പോൾ ഈ കമ്പനിയുടെ വിശേഷങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം. പ്രോട്ടിയൻ e-Governance ടെക്നോളജീസ് ഈ കമ്പനി നാഷണലി ക്രിട്ടിക്കൽ ആയിട്ടുള്ള പോപ്പുലേഷൻ സ്കെയിൽ ഗ്രീൻഫീൽഡ് ടെക്നോളജി സൊല്യൂഷൻസിൻ്റെ ഒരു കൺസെപ്ച്വലൈസേഷൻ, ഡെവലപ്പിംഗ്, എക്സിക്യൂഷൻ ഇതെല്ലാം ചെയ്യുന്ന വളരെ നിർണായകമായിട്ടുള്ള ഒരു IT സൊല്യൂഷൻസ് നൽകുന്ന കമ്പനിയാണ്. ഇത് NSDLൻ്റെ ഒരു പ്രോഡക്റ്റ് ആണല്ലോ. ആദ്യം ഉണ്ടായത് NSDLൻ്റെ സബ്സിഡിയറി ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് സ്റ്റോക്ക് മാർക്കറ്റിനും വളരെ നിർണായകമായിട്ടുള്ള സൊല്യൂഷൻസും IT സൊല്യൂഷൻസും ഇൻഫ്രാസ്ട്രക്ചർ സൊല്യൂഷൻസും എല്ലാം നൽകുന്ന ഒരു കമ്പനി കൂടിയാണ്. കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് പ്രോട്ടിയൻ. അതായത് സിറ്റിസൺ സെൻട്രിക് e-Governance സൊല്യൂഷൻസ് ആണ് പ്രധാനമായിട്ടും. അതായത് നമുക്കറിയാവുന്ന KYCകൾ, ഇ-സൈൻ, പിന്നെ GST സർവീസസ്, CRA, NPS വേണ്ടി, നാഷണൽ പെൻഷൻ സ്കീമിന് വേണ്ടിയിട്ട്, പിന്നെ പാൻ, ടിൻ അങ്ങനെയൊക്കെയുള്ള സർവീസുകൾക്ക് വേണ്ട ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചറുകൾ നൽകുന്ന ഒരു കമ്പനിയാണ് പ്രോട്ടിയൻ എന്ന് പറഞ്ഞത്. ഇത് തുടക്കത്തിൽ ഒരു ഡെപ്പോസിറ്ററിയുടെ ഭാഗമായിട്ട് വന്നതാണെങ്കിലും ഇപ്പോൾ അത് ഒരു IT ഇൻഫ്രാസ്ട്രക്ചർ സൊല്യൂഷൻസ് കമ്പനിയായിട്ട് മാറിയിട്ടുണ്ട്. ഇവരാണ് ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റെക്കോർഡ് കീപ്പിംഗ് ഏജൻസി CRA എന്ന ജോലി കൂടി ചെയ്യുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ടാണ് അവരുടെ പല പ്രോജക്റ്റുകളും പ്രോട്ടിയൻ്റെ. അതിൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, സ്കിൽ ഡെവലപ്മെൻറ്റ്, പിന്നെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ, ദെൻ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ഇത്തരത്തിലുള്ള മന്ത്രാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് കൂടാതെ പല ഓട്ടോണമസ് ബോഡികളുമായിട്ടും കൂടി ചേർന്നിട്ട് ഈ വർഷം തന്നെ ഏകദേശം 19ഓളം പ്രൊജക്റ്റുകളാണ് പ്രോട്ടിയൻ ഏറ്റെടുത്ത് സക്സസ്ഫുൾ ആക്കിയിരിക്കുന്നത്. അതായത് ഇതെല്ലാം തന്നെ സിറ്റിസൺ സെൻട്രിക് ആയിട്ടുള്ള പല നടപടിക്രമങ്ങളും ലളിതവൽക്കരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ടെക്നോളജി സൊല്യൂഷൻസ് നൽകിക്കൊണ്ടാണ്. 1999 മുതൽ നിരന്തരമായിട്ട് ലാഭത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് പ്രോട്ടിയൻ. മാത്രമല്ല 2001 മുതൽ ഡിവിഡൻഡും നിരന്തരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. 490.33 കോടി രൂപയ്ക്കുള്ളതാണ് ഇഷ്യൂ എന്ന് പറഞ്ഞു. ഇതെല്ലാം തന്നെ ഓഫർ ഫോർ സെയിലാണ്. അതുകൊണ്ട് തന്നെ ഒരു പൈസ പോലും കമ്പനിക്ക് ലഭിക്കുന്നില്ല. പക്ഷേ ഈ ഇഷ്യൂവിൻ്റെ ഉദ്ദേശം അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇതിൻ്റെ ആദ്യകാല നിക്ഷേപകരിൽ കുറച്ച് പേര് ഇപ്പോൾ വിറ്റ് ഒഴിയുന്നുണ്ട്. അവർക്ക് നല്ല ലാഭം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കിട്ടുന്നു. അതോടൊപ്പം തന്നെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ആ സ്ഥാനത്ത് കയറി പറ്റുന്നതിന്, അങ്ങനെ കമ്പനിയുടെ ഉടമസ്ഥരാവാനായിട്ടുള്ളൊരു അവസരം ലഭിക്കുകയാണ്. അതോടൊപ്പം അത് മാത്രമല്ല, കമ്പനിക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനി ആവാനായിട്ടുള്ള ആ ഒരു സ്റ്റാറ്റസിലേക്ക് എത്തിച്ചേരുകയും ഫ്യൂച്ചറിൽ ഇതിന് ക്യാപിറ്റൽ മൊബിലൈസേഷനൊക്കെ വളരെ ഈസി ആയിട്ട് വരികയും ചെയ്യും. അങ്ങനെ ഒരു സ്റ്റാറ്റസിലേക്ക് കമ്പനി എത്തുകയും ചെയ്യും. അപ്പോൾ ഈ ഓഫർ ഫോർ സെയിൽ നടത്തുന്ന ഇപ്പോഴത്തെ ആരൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട 20ഓളം ഇൻവെസ്റ്റേഴ്സിൽ 8 പേരാണ്. അതായത് വ്യക്തികളല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇപ്പോൾ ഓഹരികൾ വിറ്റഴിക്കുന്നത്. അത് പ്രധാനമായിട്ട് IIFL സ്പെഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട്, NSE ഇൻവെസ്റ്റ്മെൻറ്റ്, പിന്നെ സ്പെസിഫൈഡ് അണ്ടർടേക്കിങ്ങിൻ്റെ യൂണിറ്റ്
ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ സ്പെസിഫൈഡ് അണ്ടർടേക്കിങ്ങിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ, HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഡോയിഷ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇത്രയും പേരാണ് ഇതിൽ നിന്ന് ഇപ്പോൾ എക്സിറ്റ് ആവുന്നത്. പ്രോട്ടിയൻ നൽകുന്ന ഈ ഗവർണൻസ് സപ്പോർട്ട് പ്രധാനമായിട്ടും ഗവൺമെൻറ്റിന് മാത്രമല്ല, അതോടൊപ്പം തന്നെ സിറ്റിസൺ സാധാരണക്കാർക്കും പിന്നെ മറ്റ് ബിസിനസ്സുകൾക്കും അതിൻ്റേതായ ഒരു ഗവർണൻസിന് വേണ്ട സപ്പോർട്ട് നൽകുകയാണ്. ഈ ഗവർണൻസ് വഴി ഗവർണൻസ് ഈസി ആക്കുന്ന ഒരു രീതിയാണ് പ്രോട്ടിയൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കമ്പനിയുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ, ഫസ്റ്റ് ക്വാർട്ടറിൽ 40% ഉയർന്ന് 220 കോടി രൂപയായിട്ട് മാറി. അതേ സമയത്ത് തന്നെ കമ്പനിയുടെ അറ്റാദായം 52% ഉയർന്ന് 32.2 കോടിയായിട്ട് മാറി. പ്രോട്ടിയൻ അതേ രീതിയിൽ തന്നെ ഇപ്പോൾ ആപ്പിൾ ടു ആപ്പിൾ കമ്പയർ ചെയ്യാൻ പറ്റിയ പിയർ കമ്പനി ഇല്ല ലിസ്റ്റഡ് കമ്പനിയായിട്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇതിൻ്റെ കീ പെർഫോമിംഗ് ഇൻഡിക്കേറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ PE 29.91, EPS 26 രൂപ 48 റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 12.49%, NAV 212 ഇനി ലീഡ് മാനേജേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ICICI സെക്യൂരിറ്റീസ്, ഇക്വസ് ക്യാപിറ്റൽ, IIFL സെക്യൂരിറ്റീസ്, നുവാമ ഫിനാൻഷ്യൽ അഡ്വൈസറി ആൻഡ് സെക്യൂരിറ്റീസും പിന്നെ രജിസ്ട്രാർ ലിങ്കിൻ ടൈമുമാണ്. ഇനി നമുക്ക് പ്രോട്ടിയൻ ഇ ഗവർണൻസിൻ്റെ IPO വിശേഷങ്ങൾ ഒറ്റ നോട്ടത്തിലൊന്ന് പരിശോധിക്കാം. IPO ഡേറ്റ് 6 മുതൽ 8 വരെയാണ്. പ്രൈസ് ബാൻഡ് 752 രൂപ മുതൽ 792 രൂപ വരെയാണ്. ഇത് ഫുള്ളി പ്രൈസ്ഡ് ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. ഫ്രഷ് ഓഹരികളൊന്നും തന്നെ ഇല്ല. ഓഫർ ഫോർ സെയിൽ 490.33 അതാണ് ഇതിൻ്റെ ഇഷ്യൂ സൈസ് എന്ന് പറഞ്ഞാൽ. മിനിമം റീറ്റെയിലേഴ്സ് അപ്ലൈ ചെയ്യേണ്ടത് 18 ഷെയറാണ്. അങ്ങനെ ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ 13 ലോട്ട് വരെ അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫേസ് വാല്യൂ 10 രൂപയാണ് ഓരോ ഓഹരിക്ക്. 35% റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നത്, 50% ഇൻസ്റ്റിറ്റ്യൂഷൻസിനും 15% HNIസിനുമാണ്. അപ്പോൾ 50% ഇൻസ്റ്റിറ്റ്യൂഷൻസ് കയറുന്നുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ കണ്ടു, ഓഫർ ഫോർ സെയിലായിട്ട് കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണ് ഓഹരികൾ വിറ്റത്. ആ സ്ഥാനത്ത് കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നുണ്ട്. 50%ഓളം ഓഹരികൾ ഇതിൽ നിന്ന് അവരാണ് വാങ്ങുന്നത്. ഇത് ലിസ്റ്റ് ചെയ്യുന്നത് BSEയിലാണ്. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, 1.5 ലക്ഷം ഓഹരികൾ അവരുടെ എംപ്ലോയീസിന് വേണ്ടി റിസർവ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. മാത്രമല്ല 75 രൂപ ഒരു ഓഹരിക്ക് വെച്ചിട്ട് ഫിക്സ് ചെയ്യുന്ന പ്രൈസിൽ നിന്ന് 75 രൂപ ഡിസ്കൗണ്ടും എംപ്ലോയീസിന് അവർ നൽകുന്നുണ്ട്. ഇനി ഇത് വാങ്ങണോ വേണ്ടയോ എന്ന് സംശയിക്കുന്നവരോട് പറയാനുള്ളത്, ഇത് തീർച്ചയായിട്ടും ഒരു കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. മാത്രമല്ല അവർക്ക് നിരവധി ഇൻഡസ്ട്രിയൽ ക്ലയൻസും ഉണ്ട് ഈ ഗവർണൻസിൻ്റെ കാര്യത്തിൽ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു സിറ്റിസൺ സെൻട്രിക് ആയിട്ടുള്ള ഒരു ബിസിനസ് ഒരു സൊല്യൂഷൻസാണ്, ടെക്നോളജി സൊല്യൂഷൻസാണ് കമ്പനി നൽകുന്നത്. ചെറിയ കോമ്പറ്റീഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനി തന്നെയാണ് പ്രോട്ടിയൻ എന്നുള്ളത്. അടൽ പെൻഷൻ യോജന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ, അതുപോലെ നാഷണൽ പെൻഷൻ സ്കീം, ഇന്ത്യൻ റെയിൽവേയുടെ മൊത്തം ഏറ്റവും വലിയ തൊഴിലാളികളുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ, അവരുടെ മുഴുവൻ പെൻഷൻ സ്കീമും കൈകാര്യം ചെയ്യുന്നതും പ്രോട്ടിയനാണ്. പിന്നെ നമുക്കറിയാവുന്ന പോലെ തന്നെ പാനും ടിന്നും അടക്കമുള്ള കാര്യങ്ങളുടെ സൊല്യൂഷൻ, ടെക്നോളജിക്കൽ സൊല്യൂഷൻസ് നൽകുന്ന, ആധാറിൻ്റെതടക്കം നൽകുന്ന ഒരു കമ്പനിയാണ്. തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ലൊരു കമ്പനിയാണ്. ഫ്യൂച്ചറിൽ വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ്. ചെറിയൊരു ലിസ്റ്റിംഗ് ഗെയിനും ചിലപ്പോൾ കിട്ടിയേക്കാം. പ്രോട്ടിയൻ ഇ ഗവർണൻസിൻ്റെ ഇഷ്യൂ വിശേഷങ്ങൾ കേട്ടല്ലോ. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. അതോടൊപ്പം തന്നെ ഇത് ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം കൊടുക്കുക. ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്ക് അയക്കുക. അങ്ങനെ ഈ വീഡിയോ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.